ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്ന ബീഫ് ചില്ലിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീഫ് ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ വലിയ പീസ് തന്നെ 3 പീസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. തീരെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബീഫ് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുക്കർ നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം 4-5 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഞാനൊരു 4 വിസിലാണ് അടിച്ചെടുക്കുന്നത്. അതിനു മുമ്പേ 2 വിസിൽ അടിച്ചതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണമെന്നൊന്നുമില്ല, എന്നാലും 2 ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും. തീരെ വെള്ളം ചേർക്കാതെ വെച്ചതുകൊണ്ട് തന്നെ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് 2 വിസിലും കൂടെ അടിച്ചെടുക്കാം. 2 വിസിലും കൂടെ അടിച്ചതിന് ശേഷം ഞാൻ കുക്കർ ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് അതിന് അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തതുണ്ട്. ഇഞ്ചിയും അതേപോലെ കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഓവർ വെള്ളമാവാതെ ഒന്ന് കുഴമ്പ് രൂപത്തിൽ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ബീഫ് ഒന്ന് പീസാക്കി എടുക്കണം. ഇതാ കുറേ വെള്ളം തന്നെ ഇതിൽ ആയിട്ടുണ്ട്. തീരെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിന് മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാനൊരു കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കട്ട് ചെയ്ത ബീഫ് ഈ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നന്നാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ തന്നെ മൂടി വയ്ക്കാം. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നീട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഞാൻ ഒരു 10 മിനിറ്റ് വയ്ക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് നെയ്യും കൂടെ ഉള്ള ബീഫ് ആയതുകൊണ്ട് അധികം എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അധികം വേവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിടാം കേട്ടോ. ഒന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി കഴുകിയെടുത്ത കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പില തന്നെയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബീഫിന്. കറിവേപ്പില ഇട്ട് ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
രണ്ട് ഭാഗവും നന്നായി മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം റെഡിയായിട്ട് നമ്മൾ മറ്റേ ഭാഗം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയെടുക്കാം. ഇനി മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബീഫ് കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ദാ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.